സർക്കംസിഷനെ പറ്റി പല സംശയങ്ങളും ആൾക്കാർ ചോദിക്കാറുണ്ട്. ഒരുപാട് വേദനിക്കുമോ? എങ്ങനെയാണത്? ഇപ്പോൾ സർക്കംസിഷനെ പറ്റി പറഞ്ഞാൽ സർക്കംസിഷന് പല മെത്തേഡ്സുകളും ഉപയോഗിക്കാറുണ്ട്. ട്രഡീഷണലായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. സ്ലീവ് എടുത്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡോർസൽ സ്ലിറ്റ് എടുത്ത് ചെയ്യുക, ഇങ്ങനെയുള്ള പല മെത്തേഡ്സും ഉണ്ട്. അതോടൊപ്പം തന്നെ പുതുതായിട്ട് വന്നിരിക്കുന്ന ചില ടെക്നിക്സ് ഉണ്ട്. ലേസറുണ്ട്, അതേപോലെ സ്റ്റേപ്ലർ സർക്കംസിഷനുണ്ട്. എല്ലാ സർക്കംസിഷനും പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ധാരാളം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ട്രഡീഷണൽ മെത്തേഡാണെങ്കിലും സ്റ്റേപ്ലർ ആണെങ്കിലും ലേസർ ആണെങ്കിലും ഒക്കെ ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ഒരു സർജൻ്റെ കയ്യിൽ ഏതായുധവും വഴങ്ങും. അപ്പോൾ ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ഒരു സർജൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് അത് ചെയ്യാൻ പറ്റും. ഇതിൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സ്റ്റേപ്ലർ സർക്കംസിഷനും ലേസറും ഒക്കെ കഴിഞ്ഞിട്ട് ചിലർക്ക് ബ്ലീഡിങ്, പല കോംപ്ലിക്കേഷൻസ്, ചില സ്ഥലത്ത് ഡോഗ് ഇയേർഡായിട്ട് കുറച്ച് സ്കിന്ന് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമായിട്ട് പേഷ്യൻസ് വരാറുണ്ട്. ആ സംഭവങ്ങളാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നതിലേക്ക് നയിച്ചത്. അപ്പോൾ ഇതാണ് സർക്കംസിഷന് ഉപയോഗിക്കുന്ന പല മെത്തേഡ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പെയിൻലെസ് സർക്കംസിഷൻ. പലരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ പെയിൻ ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ നമ്മുടെ സീനിയർ ഡോക്ടേഴ്സാണ് സർക്കംസിഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതിനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുക്കുന്നുണ്ട്. ഇത് രണ്ട് തരത്തിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ചെറിയ ഷോർട്ട് അനസ്തേഷ്യ കൊടുത്തിട്ട് ചെയ്യാം, സ്പൈനൽ അനസ്തേഷ്യ കൊടുത്തിട്ട് ചെയ്യാം. ഇനി ഇതൊന്നുമില്ലാതെ ഇപ്പോൾ ഈ അനസ്തേഷ്യകളൊക്കെ കൊടുത്തിട്ട് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് ഒരു ദിവസം ഒന്ന് കിടക്കേണ്ടി വരും. സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം കിടന്ന് പിറ്റേ ദിവസം രാവിലെയാണ് അവർക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും അങ്ങനെ ഒരു ദിവസം ഇവിടെ താമസിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് അവർ ചോദിക്കുന്നത് സർജറി കഴിഞ്ഞ് അന്ന് തന്നെ പോകാമോ? തീർച്ചയായിട്ടും പോകാം. അങ്ങനെയും ചെയ്യുന്നുണ്ട്. അതായത് പെനീസിൽ നെർവ് ബ്ലോക്ക് കൊടുത്തിട്ട് പെനീസിൻ്റെ പെയിൻ വരുന്ന നെർവസിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്ന സർക്കംസിഷനുണ്ട്. അത് ലോക്കൽ അനസ്തേഷ്യയിലാണ് ചെയ്യുന്നത്. മേജറായിട്ടുള്ള അതിന് പേഷ്യൻറ്റിനെ മയക്കി കിടക്കുന്നില്ല, സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കുന്നില്ല. പെനീസിൽ തന്നെ ചില ബ്ലോക്ക് കൊടുക്കേണ്ട ഏരിയാസിൽ മാത്രം ചില ചെറിയ ഇഞ്ചക്ഷൻസ് പെയിൻലെസ് ആയിട്ട് കൊടുത്തിട്ട് ആ ഒരു മരവിപ്പുണ്ടാക്കും. മരവിച്ച് കഴിഞ്ഞാൽ സർക്കംസിഷൻ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ തന്നെ മരവിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു വേദനയുമില്ലാതെ പേഷ്യൻ്റ് ഉണർന്നിരിക്കെ പേഷ്യൻ്റ് അത് മുഴുവൻ നേരിട്ട് കാണാൻ പറ്റും. കാണുന്നത് മടിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കത് കാണാം. കണ്ടുകൊണ്ട് തന്നെ സർക്കംസിഷൻ ഏതാണ്ട് 1 മണിക്കൂറിനകത്തേക്ക് ആവറേജ് ടൈമാണ് ഞാൻ പറയുന്നത്, ഏതാണ്ട് തീരാറുണ്ട്. പിന്നെ പെട്ടെന്ന് ചെയ്യാം. പക്ഷേ സ്ലോ ആയിട്ട് വളരെ കെയർഫുള്ളായിട്ട് സസൂക്ഷ്മം ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് അളന്ന് കുറിച്ച് വരച്ച് ചെയ്യുമ്പോൾ ടൈം എടുക്കും. അങ്ങനെ ടൈം എടുത്താണ് ചെയ്യുന്നത്. പക്ഷേ പേഷ്യൻ്റ് ഒട്ടും വേദനിക്കാറില്ല. അതിനുശേഷം ബ്ലീഡിങ് വരാതിരിക്കാനായിട്ടുള്ള സ്വിച്ചർ ഇടുന്നു. പിന്നെ പെയിൻ വരാതിരിക്കാൻ ആവശ്യമെങ്കിൽ 1-2 ദിവസത്തേക്ക് മരുന്ന് കൊടുക്കുന്നു. അങ്ങനെ ആകുമ്പോൾ രാവിലെ ഒരു 9-10 മണിക്ക് സർക്കംസിഷൻ കഴിഞ്ഞ രോഗിക്ക് വൈകുന്നേരം ഒരു 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് അവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടാറുണ്ട്. പിന്നെ മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും വരാറില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം വന്ന് കാണാൻ പറയും. അപ്പോൾ ചിലപ്പോൾ 1-2 ദിവസം അവർ മേജറായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യാതിരിക്കും. സാധാരണഗതിയിൽ പിറ്റേ ദിവസം തന്നെ പോയി കഴിഞ്ഞാൽ അവർക്ക് നോർമലായിട്ടുള്ള ഓഫീസ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യാം. പിന്നെ ചില ആൾക്കാർ സർക്കംസിഷൻ കഴിഞ്ഞ് വണ്ടി ഓടിച്ചു പോകാറുണ്ട്. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാറില്ല. കാരണം ഈ വണ്ടി ഓടിക്കുമ്പോൾ ഗിയർ ഇടുമ്പോഴും ബ്രേക്ക് ഓട്ടുമ്പോഴും ഒക്കെ എന്തെങ്കിലും കാരണവശാൽ സർക്കംസിഷൻ ചെയ്ത ഭാഗത്ത് ഒരു കാലുരസുവോ തട്ടി ബ്ലീഡിങ്ങോ വല്ലതും വരാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ദിവസം വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അടുത്ത ദിവസങ്ങളിലൊക്കെ ഇവർ സ്കൂട്ടറുകളും കാറും ഒക്കെ ഓടിക്കാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ സെക്ഷൽ കോണ്ടാക്റ്റ് സാധാരണ ഈ വൂണ്ട് ഹീൽ ചെയ്തതിന് ശേഷമാണ് പറയുന്നത്. അതിന് ഏതാണ്ട് 1 മാസത്തെ ടൈം എടുക്കും. അതിന് ശേഷമാണ് സെക്ഷൽ കോണ്ടാക്റ്റ് പറയാറുള്ളത്. അപ്പോൾ ഒട്ടും വേദന കൂടാതെ തന്നെ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ഒരു ചെയ്യുന്ന രീതിയാണ് നമ്മുടെ ഡോക്ടേഴ്സ് ഈ ഹോസ്പിറ്റലിൽ അവലംബിക്കാറുള്ളത്.